അസ്സലാമലൈക്കും. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ടൈം പാസ്സാക്കാന്ന് പറഞ്ഞ് വന്നതാ. സുഖം തന്നെയല്ലേ? പിന്നെ 2 ദിവസം മുമ്പ് യൂട്യൂബിൽ ഞാൻ നിഷ്പക്ഷ നിലപാടില്ലേ സാറ് പറയുന്നത് കേട്ട്, അതായത് എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നിപ്പോയി. അതായത് ഞങ്ങൾ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ ഒരു കുട്ടീനെ ലാളിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ വിഷമം തോന്നിപ്പോയത്. എനിക്ക് സങ്കടം തോന്നിയില്ല എന്ന് പ്രധാനമന്ത്രി അങ്ങനെ ലാളിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല എന്നാണ്. അങ്ങനെയാണ് എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി തോന്നിപ്പോയതെന്ന് പറയാൻ കാരണം. ഓക്കെ, അതായത് മുസ്ലിം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ബേജാറാകാനുമില്ല, വരാൻ പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വ്യാകുലപ്പെടാനുമില്ല. വർത്തമാനകാലത്തിൽ ജീവിക്കണമെന്നാണ് മുസ്ലിംസിൻ്റെ ഒരു നയം. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ കുറച്ച് കാര്യം എനിക്ക് ഓർമ്മ വന്നിട്ട് അങ്ങനെ വന്നതാണ് വീഡിയോയിലെ. അതായത് ഞാനൊരു 4-5 വർഷം മുമ്പ് ഗുജറാത്തിൽ പോയിട്ടുണ്ടായി. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ടൈൽസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഗുജറാത്ത് കണ്ട് ഒരു രസകരമായൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതായത് ഗുജറാത്തിൽ പോയി, ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ നിന്ന് ബോംബെ പോയി, ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ അവിടെ എത്തി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ. ഗുജറാത്തിൽ ഓരോ ടൈൽസ് ഫാക്ടറി, ചിലത് 5 ഏക്കറയിലുണ്ട്, ചിലത് 10 ഏക്കറയിലുണ്ട്. രാജസ്ഥാനിൽ നിന്ന് ഈ സാനിറ്ററി ഒക്കെ ഉണ്ടാക്കാൻ പോയിട്ട് ഞങ്ങൾ കിണറൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ ഒരു വെളുത്ത മണ്ണ് കിട്ടുന്നതാണ്. അതൊക്കെ രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത്. എല്ലാം കാണാൻ വലിയൊരു മൊഞ്ചാ, കാണണോ അല്ലോ. ലബനാൻ, സിറിയ, സുഡാൻ, ആഫ്രിക്ക, ഉഗാണ്ട എന്നെല്ലാമാണ് നാട്ടുകാർ പർച്ചേസിങ്ങിന് വരുന്നത്. നമ്മുടെ ഇന്ത്യ വലിയൊരു സംഭവമാണ്. അങ്ങനെ ഒരു 1000-1500 ഫാക്ടറികളുണ്ടെന്നാണ് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. പിന്നെ പറയാനുള്ളതെന്നാന്ന് പറഞ്ഞാൽ അവിടുത്തെ വെജിറ്റേറിയൻ, ഞങ്ങൾ പറയും വലിയ വെജിറ്റേറിയനാണ് ഞങ്ങൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുന്നില്ലേ. ഞങ്ങൾക്ക് ഒരു വെജിറ്റേറിയനും അല്ല എന്നുള്ളതാണ്. ഞങ്ങൾ എന്തെല്ലാം മോഡൽ, എന്തെല്ലാം ടേസ്റ്റ് സാധനങ്ങളാണ് വെജിറ്റബിളിൽ. കാണേണ്ട കാഴ്ച, തിന്നേണ്ടതാ, വലിയൊരു രസകരമായ ഒരു സംഭവങ്ങളാണ്. ഓക്കെ, അങ്ങനെ തിരിച്ച് അഹമ്മദാബാദിലെത്തി. അവിടെ നിന്ന് എന്തോ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും കൂടി ഒരു ഓട്ടോയിൽ കയറി പോകുന്ന സമയത്ത് ഒരു താടിയും തൊപ്പിയും വെച്ചിട്ടുള്ള ഒരാൾ, അയാളോട് ഞാൻ ചോദിച്ച്, 4-5 വർഷം മുമ്പാണ്, അല്ലപ്പാ നിങ്ങളുടെ നാട്ടിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന് 5000-6000 ആൾക്കാരൊക്കെ ജീവൻ പോയി, എന്താണ് നിങ്ങളുടെ നാട്ടിൻ്റെ അവസ്ഥ? ഞങ്ങൾ മീഡിയ വാർത്തയിലെല്ലാമായിട്ട് ഇങ്ങനെ പലതും കേൾക്കുന്നു, ഞങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, ഇസ്മായിലേ, നിങ്ങൾക്കറിയുമോ, ഞങ്ങൾക്ക് 5000-6000 ആളെ പോയിട്ടുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു മുസ്ലിമാക്കിയത് നമ്മളെ പ്രധാനമന്ത്രിയാണ്. അതായത് ഒരുപാട് നാമധാരികളായ മുസ്ലിങ്ങളായിരുന്നു ഞങ്ങളിവിടെ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീനുമായിട്ട് ഒരു ടച്ചും ഉണ്ടായിട്ടില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം വരുന്ന സമയത്ത് ഞങ്ങൾ കുളിച്ച് പിടിച്ചിട്ട് ഒരു ജുമാ നിസ്കരിക്കാൻ പോയാൽ പോയി, ഇല്ലെങ്കിലില്ല. ഞങ്ങളെ മതം എന്ന് പറയുന്നത് പിടിച്ചു പറിയും, കഞ്ചാവും, ചരസും, പെണ്ണുപിടിയും, അങ്ങനെ ഇങ്ങനെയുള്ളൊരു മതമായിരുന്നു ഞങ്ങൾ. നാമധാരികളായ മുസ്ലിങ്ങളായിരുന്നു. ഉമ്മ മുസ്ലിം, ഉപ്പ മുസ്ലിം, നമ്മൾ ജനിച്ച് മുസ്ലിം, ഇത്ര മാത്രമേ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ കലാപത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഒരുമിക്കാൻ തുടങ്ങി. 10-20 കോടി മുസ്ലിം ജനത ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് അള്ളാഹിനെ സ്നേഹിച്ച്, ഹൃദയം കൊണ്ട് അള്ളാഹിനെ ഭയന്ന്, ഹൃദയം കൊണ്ട് മുസ്ലിമായി നടക്കുന്നവർ ചുരുക്കം ചിലർ പേരെയേ കിട്ടാൻ വഴിയുള്ളൂ. അപ്പോൾ അയാൾ പറയാണ്,
സുന്നത്ത് താടി സുന്നത്താണെന്നും തലയെ തൊപ്പി വെക്കുന്നത് സുന്നത്താണെന്നല്ല ഞങ്ങളെ പഠിപ്പിച്ച് തന്നത് ഞങ്ങളെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അയാൾ പറയാണ് ഞങ്ങൾക്ക് മദ്രസ വേണോ, ഞങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം ശരിയാക്കണോ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണോ, ഞങ്ങളെ മക്കളെ മദ്രസ പഠിപ്പിക്കണോ, ഞങ്ങൾക്ക് മദ്രസ ഉണ്ടാക്കണോ, ഞങ്ങൾക്ക് മസ്ജിദ് ഉണ്ടാക്കണോ എന്നൊക്കെ തോന്നിയത് ഈ കലാപത്തിന് ശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ബീഹാർ, ആസാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും നാമധാരികളായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നവരായിരുന്നു. നമ്മളെ മതം ഞാൻ പറഞ്ഞില്ലേ, കുരുത്തക്കേട് കളിച്ചിട്ട് നടക്കുന്നൊരു മതമായിരുന്നു. ഞങ്ങളെ ദൈവം എന്ന് പറയുന്നത് ആജി മസ്താനും ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവരെ ദൈവമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഹദീസും ഖുർആനും എല്ലാം ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. കോടിക്കണക്കിന്, ഞങ്ങൾ 5000-6000 ആൾക്കാർ പോയാലും പ്രശ്നമില്ല, കോടിക്കണക്കിന് ജനങ്ങളാ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നില്ലേ, അതായത് എല്ലാ ഷെറും ഹൈറിനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എത്രയോ സഹാബാക്കൾ മതത്തിൽ വരുന്നതിന് മുമ്പ് അവരെത്രയോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരാ. പിന്നെ അവർ മതത്തിൽ വന്നതിന് ശേഷമാണ് ശരിക്കുള്ള മനുഷ്യരായി, മുസ്ലിമായി, അള്ളാഹിനെ ഭയക്കുന്നവരായി മാറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യ രാജ്യത്ത് ഇത്ര ജനങ്ങളെ മുസ്ലിങ്ങളാക്കിയിട്ടില്ല കേട്ടാ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം മുസ്ലിമാക്കി എന്നുള്ളത്. പൗരത്വ ബില്ല്, പിന്നെ വർഗീയത, അടി, കുഴപ്പമോ, ശരിക്കും ഞങ്ങളെ മുസ്ലിമാക്കി എന്നുള്ളത്. ബിഗ് സല്യൂട്ട് കൊടുക്കണം, ബിഗ് സല്യൂട്ട്. എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവാക്കിയാൽ മതി, പോസിറ്റീവിനെ നെഗറ്റീവാക്കിയാൽ മതി. അപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, 2 ദിവസം മുമ്പ് വയനാട്ടിലുള്ള ആ സന്ദർശനത്തിൽ ആ ഒരു കുട്ടീനെ ലാളിക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കേട്ടാ. കാരണം എത്രയോ മക്കളെ യത്തീമാക്കി, എത്രയോ പേരാ ഭാര്യയ്ക്ക് ഭർത്താവില്ലാണ്ടാക്കി, ഭർത്താവിന് ഭാര്യയില്ലാണ്ടാക്കി. എവിടെ നോക്കിയാലും പ്രശ്നം. ഒരു മാറ്റം വന്നില്ലേ? ഒരു കൃപ, ദയ മനുഷ്യരിൽ അള്ളാഹിൻ്റെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നു. നോക്കണേ. ഹയർ ചെറിയ 2 വർത്തമാനം പറഞ്ഞിട്ട് പോകാം. ബോറടിച്ചിട്ടുണ്ട്, ക്ഷമിക്ക്. ഒരു ഡയലോഗ് പറഞ്ഞുതരാം ഞാൻ. അതായത് ജേബ് മേ പൈസ ഓ ना हो कपड़ा अच्छा पहनना मांगते हैं, पेट में रोटी हो ना हो कपड़ा अच्छा पहनना मांगते हैं. അതുകൊണ്ട് നല്ലത് മാത്രം നമുക്ക് ചിന്തിക്കുക, പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിച്ചിട്ട് ബേജാറാകാനില്ല, വരാൻ പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് ബേജാറാകാൻ പോകുന്നില്ല. ആയിട്ട് കാര്യമില്ല. കാര്യം നാളെ സൂര്യൻ ഉദിക്കുകയോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ബൈ ബൈ. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചാളാ.